റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതായി UAE-യിൽ നടന്ന ചർച്ചകളിൽ നിർണായക പുരോഗതി. സംഘർഷം അവസാനിപ്പിക്കുന്നതായി കൂടുതൽ ഇടപെടലുകൾ നടത്താൻ ചർച്ചയിൽ ധാരണയായി. ഫെബ്രുവരി 1-ന് വീണ്ടും ചർച്ച നടത്താനാണ് ധാരണ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകൾ സാധ്യമാണെന്നും കൂടിക്കാഴ്ച ക്രിയാത്മകമായിരുന്നുവെന്നും UAE-യും പ്രതികരിച്ചു. ഫൈസൽ ഹംസയുണ്ട് വിവരങ്ങൾ നൽകാൻ. ഫൈസൽ, ഒരു പോസിറ്റീവ് ആയിരുന്നു ചർച്ച എന്നാണോ മനസ്സിലാക്കുന്നത്? അതായത് ഒരു ക്രിയാത്മകമായിരുന്ന ചർച്ച, ഒപ്പം ഇനിയും തുടർ ചർച്ചകൾക്ക് സാധ്യത കൂടി വഴിവെച്ചുകൊണ്ട് ഇന്നത്തെ ചർച്ച, അല്ലേ? തീർച്ചയായും ശ്രുതി, കീർത്തന, ഇന്നത്തെ ചർച്ചയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തുടർ ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നു എന്നുള്ളതാണ്. ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടായിട്ടില്ല, പക്ഷേ വീണ്ടും ഇരുപക്ഷവും തമ്മിൽ നീണ്ട കൂടിക്കാഴ്ചകൾ നടത്താനുള്ള ഒരു വഴി തെളിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ത്രികക്ഷി ചർച്ചയാണ് അബുദാബിയിൽ നടന്നത്. അമേരിക്ക കൂടി പങ്കാളികളായിരുന്നു റഷ്യക്കും യുക്രൈനിനും പിന്നാലെ. നേരത്തെ ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അബുദാബിയിലും ചർച്ചകൾ നടന്നത്. പക്ഷേ ഇരുപക്ഷവും സുപ്രധാനമായ ഭിന്നതയുള്ള ഡോൺബാസ് മേഖലയുടെ അധികാരം ആർക്ക് എന്നുള്ളതിലുള്ള തർക്കം തുടരുക തന്നെയാണ്. അത് റഷ്യ പറയുന്നത് അവർ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അത് സാധ്യമല്ല, അതിന് വഴങ്ങില്ല എന്ന് യുക്രൈനും പറയുന്നുണ്ട്. അതുതന്നെയാണ് ഈ ചർച്ചകൾ നീണ്ടുപോകാനുള്ള ഒരു കാരണവും. എന്തായാലും 4 വർഷം പിന്നിട്ടിരിക്കുന്നു റഷ്യ യുക്രൈൻ യുദ്ധം. ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടും അതിനൊരു പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. അതിനെ തുടർന്നാണ് മൂന്നാമത് ഒരു രാജ്യത്ത്, പുറത്തൊരു രാജ്യത്ത് ചർച്ച നടത്തുക എന്നുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. ആ തീരുമാനത്തിൻ്റെ പിന്നാലെയാണ് UAE-യിൽ ചർച്ച തുടങ്ങുന്നതും. എന്തായാലും അടുത്ത ഞായറാഴ്ച വീണ്ടും ചർച്ച നടത്താൻ തീരുമാനമായിട്ടുണ്ട്. ആ ചർച്ചയിൽ ഒരു വലിയ ബ്രേക്ക് ത്രൂ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഒരു ഭാഗത്ത് ചർച്ച നടക്കുമ്പോഴും റഷ്യയും യുക്രൈനും പരസ്പരം വീണ്ടും ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പരസ്പരം ഇരു രാജ്യങ്ങളും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ ചർച്ചകൾക്ക് മുമ്പ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ട്രംപിൻ്റെ മരുമകൻ യാരദ് കുഷ്നറും അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യൻ പ്രതിനിധി കൂടിയായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫും റഷ്യൻ പ്രസിഡന്റുമായി ദീർഘമായ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിൽ നിന്നുള്ള ഇൻപുട്ടുകളുമായാണ് അമേരിക്ക ഈ ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം. ലോകത്തെ തന്നെ വലിയ അസ്ഥിരതയിലേക്ക്, സാമ്പത്തിക പ്രതിസന്ധിയിലേക്കെല്ലാം തള്ളിവിടുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിന് ഒരു പരിഹാരം UAE-യിലെ മണ്ണിൽ നടക്കുന്ന ചർച്ചയിലൂടെ സാധ്യമാകുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം.